ഇതിന് ഇഞ്ചനൊക്കെ ഉണ്ടോ? എന്തിനാണ്ട് ഇഞ്ചൻ ചാവേണ്ടി കൊടുത്താൽ മതി, തുമ്പി പറക്കണ പോലെ പറക്കും. മൈലേജ് എത്ര കിട്ടും? മൈലേജാ പമ്പിന്റെ ഏരിയത്ത് കൂടെ പോയാൽ മതി 70.2. അപ്പൊ പമ്പി കയറി എണ്ണ അടിച്ചുള്ള അവസ്ഥ പറയണ്ടല്ലോ. അത് പറയണ്ട, ഇപ്പോഴും വില പറഞ്ഞില്ലട്ടാ. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മോന്തിക്ക് 79,950 റുപ്യ റെഡി ക്യാഷ് റൊക്കം ടേബിൾ മണിയായിട്ട് ഒരുത്തിന്റെ അടുത്ത് വന്നു. ഓനിക്ക് ഈ വണ്ടി തന്നെ വേണത്രേ, ഞാൻ കൊടുത്തില്ല തന്നെ. അല്ല, എനിക്ക് കൊടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. എന്താ കാരണം? എന്താ കാരണം? എന്താ കാരണം? എന്താ കാരണം? നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞോരാ. അപ്പൊ നമ്മളെ വണ്ടി എടുക്കാൻ വരുന്ന ഒരു തറവാട്ടി പറഞ്ഞവരാവണതായിരിക്കും. ഈ വില പറയടോ. ഈ ഒരു തറവാടിയാണ്. അപ്പൊ അനക്ക് ഞാന് 68,500 എന്റെ തുമ്മിനെ തരാം. ഇടപാട് തറവാടി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഡിമാൻഡ് പിടിക്കണില്ല. ചില തുമ്മിനോണ്ട് ചെയ്താലേ എന്റെ വണ്ടി ഞാൻ കൊടുത്തിട്ടാ. ഏത് 2010 മോഡൽ ബുള്ളറ്റാ? എത്ര കാലം ഉപയോഗിക്കില്ല? അതെ. എത്രയൊക്കെ കൊടുത്ത്? 1.40 പറഞ്ഞ 1.39 ഞാൻ കൊടുത്തു. പറ്റിച്ചെല്ലടാ മോനെ, എന്തൊരു പോയത്രാണ്ട് വെച്ച് കാട്ടിയത്. എന്ത്? 1,62,500 റുപ്യ പൊട്ടാത്ത ടേബിൾ മണി അനക്ക് ഞാൻ മേടിച്ചു തന്നിരുന്നു. ഞാൻ പാൻറ് ഇട്ടെന്നാ അല്ലെങ്കിൽ പൊക്കി കാണിച്ചു തന്നിരുന്നു. ഞാൻ തൊണ്ണൂറ് കാണിച്ചു കൊടുക്കണ ഓൾഡ് മോഡൽ ബുള്ളറ്റ് ഒന്നും ഇപ്പോൾ ആളില്ലറോ. അതും ഈ ഇടത്തെ കാൽമ ബ്രേക്കില്ലേ, ഇടത്തെ കാൽമ ബ്രേക്കുള്ള ബുള്ളറ്റൊക്കെ ഇന്നത്തെ കാലത്ത് ആരും ഓടിക്കാനാ ചെക്കനെ. പൈസക്ക് ഇത്ര ടൈറ്റ് ഉണ്ടാക്കി ചെയ്താലേ ആളുടെ ഒന്ന് പറയാം. 59,500 എൻ്റെ ടേബിൾ മണിക്കൂർ ആളുണ്ട്. 60 റുപ്യ എനിക്ക് ഞാൻ മേടിച്ചുതരാം. വേറെ 60,000 റുപ്യക്കാ? വേറെ 60,000 റുപ്യ. ഞാനേ എനിക്ക് എൻ്റെ വണ്ടിയെ വിട്ടില്ല കേട്ടാ. വിൽക്കണ്ടാ, എങ്ങനെയൊക്കെ കൊണ്ടിട്, എന്നിട്ട് വളാക്കിക്കോ. 60 ലക്ഷം കിട്ടും. ഞാൻ പാൻറ് ഇട്ടെന്നാ അല്ലെങ്കിൽ പൊക്കി ഞാൻ കാണിച്ചു തന്നിരുന്നു. ഞാൻ തൊണ്ണൂറ് കാണിച്ചു കൊടുക്കണ